നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ളയപ്പമാണ്. അരിയൊക്കെ മുരിഞ്ഞ് ഉള്ളൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു വെള്ളയപ്പം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് നേരം ഒരു 4-5 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച അരിയാണ്. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പാണ് കേട്ടോ ഞാൻ പച്ചരി എടുത്തിരിക്കുന്നത്. ഏകദേശം 400 ഗ്രാം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 ബാച്ചായിട്ട് ഈ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരു 2-3 സ്പൂണ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മാവിൽ വെച്ചിട്ടാണ് കേട്ടോ കപ്പി കാച്ചി എടുക്കുന്നത്. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിന്ന് വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അടുപ്പിലേക്ക് വെച്ചെടുക്കാം. കൈ എടുക്കാതെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം. 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് കുറുകി വരും. ഇതത് കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നുകൊണ്ടിരിപ്പുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുക്കിയിട്ട് നമ്മളിതൊന്ന് തണുക്കാൻ വെക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മതി. നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മാവ് നല്ലപോലെ കപ്പി കാച്ചി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വെള്ളയപ്പം ചുട്ടെടുക്കുമ്പോൾ രാവിലെ ചുട്ടെടുത്ത വെള്ളയപ്പം വൈകിട്ടും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈസ്റ്റാണ് കേട്ടോ 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തെടുക്കാം. പിന്നെ വേണ്ടത് നാളികേരമാണ്. അപ്പോൾ അരമുറി നാളികേരമാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് താഴെ മതിയെങ്കിൽ അത്ര ഇട്ട് കൊടുത്താൽ മതി. അരമുറി നാളികേരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചോ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം. കൈവച്ചാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനപ്പോൾ ഇത് ഒരു തവി വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ അത്രയും മതി കേട്ടോ നമ്മുടെ മാവ് പുളിച്ച് പൊന്തി വരാനായിട്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം ചുട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അപ്പച്ചട്ടിയിൽ ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇരുമ്പും ചട്ടിയിലാണ് കേട്ടോ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. ഒരു 1-1.5 തവി മാവ് ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേനും കണ്ടില്ലേ ഇതുപോലെ ഹോൾസൊക്കെ വരും. ഹോൾസൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 2-3 സെക്കൻഡ് അത്ര മാത്രം മതി നമ്മുടെ വെള്ളയപ്പം റെഡിയാവാനായിട്ട്. അപ്പോൾ അരികൊക്കെ മുരിഞ്ഞ് ഉള്ളൊക്കെ സോഫ്റ്റായിട്ടുള്ളൊരു വെള്ളയപ്പമാണ്. അപ്പോൾ ഞാൻ കല്ല് ചൂടായതിന് ശേഷം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ട് വെള്ളയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല വെജിറ്റബിൾ സ്റ്റൂവോ ചിക്കൻ സ്റ്റൂവോ എഗ് കറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ രാവിലെ ചുട്ടെടുത്ത് വെച്ചിട്ട് വൈകിട്ട് വരെ ഇതേ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ ഈ അപ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരും.